അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലുണ്ടല്ലോ ആകെ അഹങ്കരിച്ചിങ്ങനെ നടക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് നമ്മുടെ മീര നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി നീ ഇവിടെ നിൽക്കുന്നത്? നീ ശ്രുതിയുടെ കൂട്ടുകാരിയല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? ശ്രുതിയുടെ റൂമിൽ നീ എന്തിനാടി വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീര പറയണ, അത് ആൻറ്റി, അത് ശ്രുതി ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് പറയാനായിട്ട് ഞാൻ വന്നതാണ്. എന്തിനാ ഇപ്പോൾ കാണുന്നത്? വിവാഹ മുഹൂർത്തമൊക്കെ ആവാറായില്ലേ, ഇനി എന്തിനാ കാണുന്നത്? എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട, പോടി പോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി പറയാണ്. എന്തിനായിരിക്കും ചന്ദ്രമതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ ആകെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയല്ലേ? എന്തിനായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാനായിട്ട്, അത് പറയാനായിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് മാത്രമല്ല ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മീര ശ്രുതിയോട് ഉപദേശിക്കുകയാണ്. കാരണം ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആകെ വട്ട് പിടിച്ച അവസ്ഥയിലിരിക്കുകയാണ്. ശ്രുതി പറയുകയാണ്, എടി എനിക്കിനി ഈ ടെൻഷൻ താങ്ങാൻ വയ്യ, ഞാനിപ്പോൾ തന്നെ ശ്രുതിയെ വിളിച്ച് എല്ലാ കാര്യവും പറയാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മീര പറയണേ, എൻ്റെ ശ്രുതി, നീ മണ്ടത്തരം കാണിക്കല്ലേ. നീ ഇത്രയും നാളും ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ചിട്ട് നീ ഇനി അത് ചെയ്യരുത്. നീ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാം ശ്രുതിയോട് പറഞ്ഞെന്നിരിക്കട്ടെ. അപ്പോൾ നഷ്ടപ്പെടാനുള്ളത് നിനക്ക് മാത്രമാണുള്ളത്. നിനക്കറിയാലോ, നിനക്ക് വേണ്ടിയിട്ട് ആ ചന്ദ്രമതി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തന്നത്. നീ ചെന്ന് പറഞ്ഞാൽ നിൻ്റെ വിവാഹ ജീവിതം നശിക്കുന്നത് മാത്രമല്ല, പാർലർ അടക്കം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നാണ് ഇങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാണ്, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ശ്രുതി, മീരെ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, നീ അവിടെ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയണേ. എനിക്കതിന് കഴിയുന്നില്ലടി. കഴിയണം. നീ എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ. ആദ്യം മുതൽക്കേ ഞാൻ നിന്നോട് പറയുന്നുണ്ടായിരുന്നല്ലോ എല്ലാം സത്യസന്ധമായിട്ട് തുറന്നു പറയണമെന്ന്. എന്നിട്ട് അന്ന് നീ കേട്ടില്ലല്ലോ. എന്നിട്ടിപ്പോൾ ഈ അവസാന മുഹൂർത്തത്തിൽ എന്തിനാ പറയാൻ പോകുന്നത്? മിണ്ടാതിരിക്കടി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മീര നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രേവതി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആകെ എല്ലാവരും കൂടി ചേർന്നിട്ട് ജോളിയായിട്ട് ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി ചോദിക്കുകയാണ്, മോളെ ഇപ്പോൾ സച്ചിക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ, നിന്നോട് നല്ല സ്നേഹമൊക്കെ ആണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, അതേ അമ്മേ, അദ്ദേഹത്തിന് ഇപ്പോൾ എന്നോട് നല്ല സ്നേഹമാണ്, വഴക്കിടാനേ വരാറില്ല. അതുമാത്രമല്ല എന്നോട് നല്ല കരുതലും ഉണ്ട്. അവിടുത്തെ അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുകയാണ്, അന്നേ ഞാൻ പറഞ്ഞില്ലേ മോളെ, അവൻ മാറുമെന്നും അവൻ്റെ സ്വഭാവം നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നീ വിചാരിച്ച അവനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവ് ചോദിക്കണം, ചേച്ചി, അപ്പോൾ നിങ്ങളുടെ ഇടയിൽ റൊമാൻസൊക്കെ വന്ന് തുടങ്ങിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, മിണ്ടാതിരിക്കടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താടി ഇങ്ങനെയാണോ ചേച്ചിയോടൊക്കെ സംസാരിക്കുന്നത്? പെണ്ണിൻ്റെ ഒരു കാര്യം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ലക്ഷ്മി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ലക്ഷ്മി പറയണം, മോളെ ഇപ്പോൾ സമയം ഇത്രയായില്ലേ, പുതുപ്പെണ്ണും വന്നു, മുഹൂർത്തവും ആവാറായി വരുന്നു. ഇനി നീ ഇവിടെ ഇരിക്കേണ്ട, നീ നേരെ അങ്ങോട്ടേക്ക് ചെല്ല്, അല്ലെങ്കിൽ ചന്ദ്രയ്ക്ക് ഇനി അത് മതി സംസാരിക്കാനായിട്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി പറയണം, എന്തായാലും അമ്മേ, കുറച്ചുകൂടി ഈ പൂക്കൾ കിടക്കുകയല്ലേ, കുറച്ചുകൂടി ഞാൻ കെട്ടിയിട്ട് പിന്നീട് പോകണ്ട, ഇപ്പം തന്നെ ചെല്ല്. അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹം വന്നിട്ട് പോവാം. വേണ്ട മോളെ, അദ്ദേഹം വരുന്നത് വരെയൊന്നും നീ ഇപ്പം നിൽക്കണ്ട, സച്ചി വന്നോളും, നീ ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അമ്മയുടെയും ദേവുവിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നമ്മുടെ രേവതി ഇറങ്ങിപ്പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പൂജാരി ഉണ്ടല്ലോ, പൂജയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ചന്ദ്രമതി. എന്നിട്ട് ചന്ദ്രമതി നമ്മുടെ പൂജാരിയോട് പറയണ, പൂജാരി, ഒരുക്കങ്ങളൊക്കെ റെഡി ആയോ? ഇവിടെ എല്ലാം റെഡിയായി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സാധാരണ ഒരു വിവാഹത്തിന് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ പോരാ. വരുന്നതുണ്ടല്ലോ കോടീശ്വരിയാണ്, കോടീശ്വരി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പൂജാരി പറയാണ്, അതെ, വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് നിശ്ചയമുണ്ട്. പിന്നെ ദേവിയുടെ മുന്നിലുണ്ടല്ലോ അങ്ങനെ കോടീശ്വരി എന്നും പാവപ്പെട്ടതെന്നും ഉള്ള വേർതിരിവൊന്നുമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മുന്നിൽ സമന്മാർ തന്നെയായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇങ്ങോട്ട് പറഞ്ഞു തരണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഭാമ പറയുകയാണ്, എൻ്റെ ചന്ദ്രേ, മതി, നീ ഇങ്ങോട്ട് വാ, കേട്ടപ്പോൾ നിനക്ക്
തൃപ്തിയായല്ലോ, വയറ് വീത്തില്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയെ നമ്മുടെ ഭാമ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്, പൂജാരിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് രേവതി അവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് പൂജാരിയെ. ആ സമയത്തിനുണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ അവരുടെ വിവാഹം കൂടാമെന്ന 2 ആളുകൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവർ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചോദിക്കുകയാണ്, ആഹാ വിവാഹ മുഹൂർത്തമൊക്കെ ആയല്ലോ, ചെറുക്കനും പെണ്ണുമൊക്കെ റെഡി ആയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുന്നു, അവരൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നു ചന്ദ്രമതി. അപ്പോൾ വന്നവർ ചോദിക്കുകയാണ്, നമ്മുടെ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, അല്ല ചേച്ചി, ആദ്യത്തെ വിവാഹം വലിയ രീതിയിൽ മണ്ഡപത്തിൽ വെച്ചൊക്കെ ഇല്ലേ നടത്താനായിട്ടിരുന്നത്, ഇതെന്താ ഇപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന് വിചാരിച്ചത്, എന്താ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, അങ്ങനെ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇപ്പോൾ വിവാഹം ഇവിടെ വെച്ച് മതി എന്ന് രവിയേട്ടന് ഒരേ നിർബന്ധം, പിന്നെ പെൺകുട്ടിക്കും ചടങ്ങുകളൊക്കെ സിമ്പിളായിട്ട് നടത്തുന്നതിനോടാണ് താല്പര്യം എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോദിച്ച പുള്ളിക്കാരത്തി പറയുകയാണ്, അങ്ങനെ വിചാരിച്ചതിന് പിന്നിലുള്ള കാര്യമെന്ന് വെച്ചാലേ, ആദ്യം വലിയ മണ്ഡപത്തിലൊക്കെ വെച്ച് കല്യാണം നടത്താനിരുന്നപ്പോഴത്തേക്ക് ചെക്കൻ ഓടിപ്പോയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായി കാണും, അപ്പോൾ പിന്നെ അത് പരിഹരിക്കാനായിരിക്കും ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന് വിചാരിച്ചത്, അതാവുമ്പോൾ ചെക്കൻ ഓടിപ്പോയാലും വലിയ നഷ്ടമൊന്നും വരാനില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നുകയാണ്. അപ്പോൾ എന്നിട്ട് തന്നെ ഈ പറയുന്ന പാർട്ടീസൊക്കെ എന്നിട്ട് തന്നെ നമ്മുടെ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, അല്ല ഇനി ഇതിൻ്റെ മുഹൂർത്ത സമയത്തും ചെക്കൻ ഓടിപ്പോവോ, അതേവിടെയൊക്കെ തന്നെ കാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ചെക്കൻ എങ്ങോട്ടും പോവില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറയുകയാണ്, അതെ സംസാരിച്ച് വെറുതെ സമയം വേസ്റ്റാക്കി കളയേണ്ടതേ, അവിടെ ചായയും പിന്നെ അതുപോലെ തന്നെ കടിയൊക്കെ കൊടുക്കുന്നുണ്ട്, അവിടെ പോയി അതൊക്കെ കഴിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശരി ശരി എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് നടക്കുകയാണ്. നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ തന്നെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, ഇത് കല്യാണം നടന്നെന്ന് പറഞ്ഞാൽ മതി, മിക്കവാറും സമയത്ത് ചെക്കനെ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിറുപിറുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്തിനാ ഭാമേ നീ അവരെ പറഞ്ഞു വിട്ടത്, 2 വർത്തമാനം ഞാൻ പറഞ്ഞതന്നെയല്ലേ അവരുടെ അടുത്ത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതിയോട് നമ്മുടെ ഭാമ പറയുകയാണ്, ചന്ദ്രേ നീ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല കാര്യം, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളുടെ കല്യാണം കൂടാമെന്ന ആളുകളോട് നമ്മൾ അങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. പിന്നീട് അവരങ്ങനെ പറഞ്ഞതിൽ അവരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, നമ്മുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും അറിയാം സുധി ഓടിപ്പോയ കാര്യം, പിന്നെ അത് വെച്ചിട്ട് ആളുകൾ അങ്ങനെ പറയുന്നതിന് അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പൂജാരിയുടെ അടുത്ത് നിന്ന് നമ്മുടെ രേവതി പൂജാരിയുടെ അടുത്ത് നിന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മണ്ഡപത്തിൻ്റെ മണ്ടയിൽ പൂജാരി ഇരിക്കുന്നു, പൂജാരിയുടെ അടുത്ത് മണ്ഡപത്തിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് കുനിഞ്ഞ് നിന്ന് രേവതി ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നോക്കണം, ഇവളെന്താ അവിടെ കയറിയിരിക്കുന്നത്, ഇവക്കെന്താ അവിടെ കാര്യം എന്നിങ്ങനെ ഭാമയോട് ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി നേരെ അങ്ങോട്ടേക്ക് വിടുകയാണ്. എന്നിട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കണേ, എടി നീ ഇവിടെ എന്താടി ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രേവതി നല്ലൊരു മറുപടി കൊടുക്കുകയാണ്. രേവതി പറയണം, അമ്മ കാണുന്നില്ലേ ഞാനിവിടെ ഡാൻസ് കളിക്കുന്നു എന്നിങ്ങനെ പറയണം. അമ്മേ ഇന്ന് എൻ്റെ അരങ്ങേറ്റമാണമ്മേ, അതുകൊണ്ട് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി പറയാണ്, നിനക്കല്ലെങ്കിലും ഇത്തിരി തറുതല പറച്ചിൽ കൂടുതലാണ്, ഇപ്പോൾ കുറേ നാളോണ്ട് നീ എന്നോട് കിടന്ന് വിളയാണ്, താഴേക്ക് ഇറങ്ങടി എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ രേവതി താഴേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നോ, നമ്മുടെ ഭാമ മണ്ടയിൽ വലിഞ്ഞൊടിച്ച് കയറുകയാണ്. എന്നിട്ട് ഭാമ അതും ഇതുമൊക്കെ ഭാമയല്ല ചന്ദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും ശരിക്കും അറിയാൻ വയ്യ. ചന്ദ്ര അങ്ങോട്ട് മണ്ടയിൽ കയറിയിട്ട് എന്തൊക്കെയോ പെറുക്കിയൊക്കെ എടുക്കുന്ന വഴിയിൽ എണ്ണ ശകലം തട്ടുകയാണ്. അപ്പോൾ തിരുമേനി ചോദിക്കണം, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, ഇതൊക്കെ ആ കുട്ടി ഒരിക്കൽ റെഡിയാക്കി വെച്ചിരുന്നതല്ലേ, നിങ്ങൾ എന്തിനാ ഇത് തട്ടിക്കളഞ്ഞത്, താഴേക്ക് ഇറങ്ങ്, പോയാണ് പോലും നിങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താതെ പോയേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ തിരുമേനി. അപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതി താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാമ വിളിക്കുകയാണ്, എൻ്റെ ചന്ദ്രയെ നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഭാമ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് ഭാമ പറയണേ, നിനക്കിപ്പോൾ വയറ് നിറഞ്ഞല്ലോ, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും അത്രയും കയറി ഓരോന്നിനും ഇടപെടും, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ചന്ദ്രയെ നിനക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട്
നമ്മുടെ ഭാമ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ചന്ദ്രമതിയെ. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ കാര്യം തന്നെയാണ് കാണിക്കുന്നത്. ശ്രുതിക്കാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് പണ്ടാറം പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മീര കൂടെ കൂടെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. പുള്ളിക്കാരത്തേക്ക് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ രേവതി ഉണ്ടല്ലോ, രേവതി ഇങ്ങനെ പോവുകയാണ്. പോയിട്ട് ഒരിടത്ത് മാറി നിന്നിട്ട് ഇങ്ങനെ സച്ചിയെ വിളിക്കുകയാണ്. സച്ചിയെ ഫോൺ വിളിക്കുമ്പോൾ സച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കണം, നിങ്ങൾ എവിടെ നിൽക്കുകയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, രേവതി, ഞാൻ ഇപ്പോൾ ഓട്ടത്തിലാണ്. എന്താ ഇപ്പോൾ വിളിച്ചത്? അല്ല, സമയം ആവാറായല്ലോ, മുഹൂർത്തം ആവാറായി, നിങ്ങളെ കാണാത്തോണ്ട് വിളിച്ചതാണ്. അതിന് പെണ്ണ് വന്നോ? പെണ്ണൊക്കെ വന്നു. എന്നാൽ ചെറുക്കൻ അവിടെ ഉണ്ടോ? അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ പെണ്ണും ചെറുക്കനും ഒക്കെ അവിടെ ഉണ്ടോ? ഉണ്ടെന്നേ, എല്ലാവരും ഉണ്ട്. അപ്പോൾ കല്യാണം നടക്കുമോ? നടക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങ് വാ. ഞാൻ വരാം. നീ വല്ലതും കഴിച്ചോ രേവതി? ഞാൻ കഴിച്ചായിരുന്നു. എപ്പോൾ കഴിച്ചു? ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കഴിച്ചിട്ടാണല്ലോ വന്നത്. എന്നാലേ നിന്നോട് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. അവിടെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഓടി നടന്ന് ഒരു ജോലിയും ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഒരു പണിയും നീ ചെയ്യരുത് കേട്ടോ. അതുമാത്രമല്ല, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിലേ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഹോട്ടലില്ലേ, അവിടെ കയറി വയറ് നിറച്ച് ആഹാരം കഴിക്കണം. ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ വാങ്ങിച്ച് കഴിച്ചോ. പൈസ ഞാൻ വരുമ്പോൾ ഞാൻ കൊടുത്തേക്കാം എന്നിങ്ങനെ പറയണം സച്ചി. അപ്പോൾ രേവതി പറയണേ, എനിക്കൊന്നും വേണ്ട, എനിക്ക് വിശപ്പില്ലെന്നേ എന്നിങ്ങനെ പറയണം. ശരി, ഞാൻ വന്നോളൂ. നീ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അതിന് ശേഷം ഉണ്ടല്ലോ, ഫോൺ വെച്ചിട്ട് രേവതി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രനും സുദർശനും കൂടി സംസാരിക്കുകയാണ്. കുളത്തിൻ്റെ ഭാഗത്തായിട്ട് നിന്നിട്ട്, ക്ഷേത്രക്കുളത്തിൻ്റെ ഭാഗത്തായിട്ട് നിന്നിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ സുദർശനോട് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, സുദർശന, ഇനിയിപ്പോൾ മുന്നും ഒന്നും നോക്കുന്നില്ല. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുക അവർ. എനിക്ക് പെൻഷനും കൂടെ ഇല്ലാതിരുന്നാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തായാലും എനിക്ക് അത് പെൻഷൻ നേടിയേ പറ്റൂ. പിന്നെ സച്ചിക്കാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പെൻഷനും കൂടെ കിട്ടാതിരുന്നാൽ ശരിയാവില്ല. എത്രയൊക്കെയാണെങ്കിലും ഞാൻ അർഹിക്കുന്ന, ഞാൻ കഷ്ടപ്പെട്ട പെൻഷനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സുദർശനം ചോദിക്കുകയാണ്, അല്ല, സച്ചി മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത് മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സച്ചിയോട്. ഞാൻ ഒരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, ആ ക്ഷണം അവൻ പോവും MDയുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവനെ ചവിട്ടി കൂട്ടും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ അവനെ വലിച്ചഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറയാതെ മൂടി വെച്ചിരിക്കുക. എന്തായാലും ഞാൻ നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, മോളെ, നീ സച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അതെ അച്ഛാ, ഞാൻ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. അവൻ എന്താ പറഞ്ഞത്? ഓട്ടത്തിലാണെന്നാ പറഞ്ഞത്. വരില്ലേ അവൻ? വരുന്ന പറഞ്ഞു. കല്യാണത്തിൻ്റെ മുഹൂർത്തത്തിൻ്റെ സമയത്ത് ആളിവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോളെ, വളയം കൈ കിട്ടിയാലുണ്ടല്ലോ അവന് ഭ്രാന്താണ്. പിന്നെ അവന് ഒരു ചിന്തയും കാണില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവനോട് വിളിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി പറയണം, ഞാൻ വിളിക്കാം അച്ഛാ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ സുദർശനും രവീന്ദ്രനും അവിടെ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് രേവതി അവിടെ നിന്നിട്ട് വീണ്ടും നമ്മുടെ സച്ചിയെ വിളിക്കുകയാണ്. സച്ചിയെ വിളിക്കുമ്പോൾ സച്ചി ചോദിക്കണേ, എൻ്റെ രേവതി, നീ എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ ഇങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ? അതിനല്ല ഞാൻ വിളിച്ചത്. പിന്നെ എന്തിനാ നീ വിളിച്ചത്? മുഹൂർത്ത സമയത്ത് ഞാനങ്ങ് എത്തുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ, ഞാൻ വിളിച്ചതേ, ഇതിപ്പോൾ കല്യാണം നടക്കുന്നത് നിങ്ങളെ ചേട്ടൻ്റെ കല്യാണമല്ലേ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മൾ? ഗിഫ്റ്റോ? അവനിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനേ എൻ്റെ പട്ടി കൊടുക്കും. അപ്പോൾ രേവതി പറയണം, അങ്ങനെയൊക്കെ എന്തിനാ പറയുന്നത്? നിങ്ങളുടെ ചേട്ടൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് നിങ്ങളെ കടമയല്ലേ? എന്ത് കടമ? എൻ്റെ അച്ഛനെ പറ്റിച്ചേ എനിക്ക് കൂടി അവകാശപ്പെട്ട 50 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിയവനാവൻ. ഇനി അവന് ഞാൻ ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ? ഒരക്ഷരം നീ അതിനെപ്പറ്റി എന്നോട് മിണ്ടിപ്പോവരുത് എന്നിങ്ങനെ പറയണേ. ഒന്നാമത് ഞാൻ കടത്തിന് മേൽ കടത്തിൻ്റെ മണ്ടയിൽ കിടക്കുക. അതിൻ്റെ ഇടയിൽ ഇനി ആ കള്ളന് ഗിഫ്റ്റ് കൂടെ ഞാൻ കൊടുക്കണോ? നീ കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയോട് പറയുകയാണ്, നമ്മുടെ സച്ചി പറയുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, നമ്മളങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കില്ലേ എന്താ നമ്മൾ കൊടുത്തതെന്ന്? അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? മറ്റുള്ളവരോട് പോയി പണി നോക്കാൻ പറ, അല്ലെങ്കിലേ അത്രയും വലിയ വിഷമമുള്ള മറ്റുള്ളവരോട് കൊടുക്കാൻ പറ. ഇവിടെ അവന് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ, അതിനെപ്പറ്റി നീ പറയണ്ട. അപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നീ അതങ്ങ് പറഞ്ഞാൽ മതി. അല്ലാതെ അവന് വേണ്ടിയിട്ടേ ഒരു പൈസ പോലും ഞാൻ ചിലവാക്കില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി.
അങ്ങനെ നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു, അങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അതേസമയം ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതി നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ മീരയോട് പറയാണ്, ഇനി എനിക്ക് ഈ ടെൻഷൻ താങ്ങാൻ വയ്യ, ഞാൻ ഇപ്പം തന്നെ വിളിക്കുകയാണ്, ഞാൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ശ്രുതിയോട് പറയാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. എടി പറയണ്ടടി എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് കേൾക്കാതെ തന്നെ നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ്. വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഫോൺ എടുക്കുകയാണ്. ശ്രുതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി, എന്തിനാണ് വിളിച്ചത്? അത് ശ്രുതി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനേ കുറച്ച് തിരക്കിലായിരുന്നു. അത്യാവശ്യമുണ്ടോ കണ്ടിട്ട്? തിരക്കിലോ? ശ്രുതി ഇത് എങ്ങോട്ട് പോവാ? ഞാനേ മെഡിക്കൽ സ്റ്റോർ വരെ പോവുക. മെഡിക്കൽ സ്റ്റോറിൽ എന്തിനാ? അത് എനിക്ക് ഷുഗറിൻ്റെ മരുന്നെത്തി കുറച്ച് മേടിക്കണം. ഷുഗറോ? അതിന് ശ്രുതിക്ക് ഷുഗറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് അപ്പോൾ ഉടനെ ശ്രുതി പറയാണ്, ഇല്ല ഷുഗറൊന്നും ഇല്ല, പക്ഷേ നിൻ്റെ ഈ പഞ്ചാര വാക്കുണ്ടല്ലോ, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഷുഗർ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെയുള്ള ചളികളൊക്കെ അടിക്കണം നമ്മുടെ ശ്രുതി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ്, എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണം. അതൊക്കെ സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, എന്താണെങ്കിലും നീ ഫോണിൽ സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കതവിൽ തട്ടുകയാണ്. മോളെ ശ്രുതി, വാതിൽ തുറക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാതിൽ തട്ടുകയാണ്. തട്ടുന്നത് മറ്റാരുമില്ല, നമ്മുടെ ചന്ദ്രമതിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മീര ചെന്ന് വാതിൽ തുറക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ഭാമയും ഉണ്ട്, ചന്ദ്രമതിയും ഉണ്ട്. അപ്പോൾ ഭാമയുടെ കയ്യിൽ ജ്വൽ ബോക്സ് ഇരിക്കുകയാണെന്ന് വെച്ചാൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട്, സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പട്ടുസാരിയൊക്കെ ആയിട്ട്, മന്ത്രകോടിയൊക്കെ ആയിട്ട് രണ്ടാളും കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയാണ്, മോളെ ഇതാ നിനക്ക് നിൻ്റെ മന്ത്രകോടി, ഇതാ നീ ഇത് ഉടുത്ത് വേണം അങ്ങോട്ടേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി കാലിൽ തൊഴുത് അത് മേടിക്കുകയാണ്. മേടിച്ചിട്ട് നമ്മുടെ മേടിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി താഴത്തേക്ക് ഇങ്ങ് വച്ചിട്ട് നമ്മുടെ ചന്ദ്രമതിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ചോദിക്കണേ, എന്താ മോളെ നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ, എന്ത് പറ്റി നിനക്ക്? നീ ആകെ വാടി തളർന്നിരിക്കുകയാണല്ലോ, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുമ്പ് നിന്നെ കാണുമ്പോഴത്തേക്ക്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിൻ്റെ യാതൊരുവിധ സന്തോഷവും നിനക്കില്ലല്ലോ, എന്താ പറ്റിയേ നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. പക്ഷേ ശ്രുതി ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. ഒന്നുമില്ല ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, മോളെ ഇതൊക്കെ അണിഞ്ഞിട്ട് നീ എത്രയും പെട്ടെന്ന് വരണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഭാമയുടെ കയ്യിൽ നിന്നും ആഭരണപ്പെട്ടി വാങ്ങിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. എന്നിട്ട് അതുകൂടി ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇത് മോക്ക് അണിയാനുള്ള ആഭരണങ്ങളാണ് ഇതിനകത്തുള്ളത്, എൻ്റെ മോള് ഇതെല്ലാം അണിഞ്ഞ് അതിസുന്ദരിയായിട്ട് വേണം വരാൻ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശരി ആൻറ്റി എന്ന് പറഞ്ഞൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി ഇറങ്ങി പോവാണ്. വാതിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തന്നെ രണ്ടാളും തിരിഞ്ഞു നോക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. അതിനുശേഷം അവരങ്ങ് പോവുകയാണ്. പോകുന്ന സമയത്തിന് നമ്മുടെ ശ്രുതി അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ കരയുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ മീര ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എന്തിനാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതി പറയുകയാണ്, പിന്നെ ഞാൻ വിഷമിക്കാതെ എന്ത് ചെയ്യാനാടി, നോക്ക് കണ്ടില്ലേ ഇവരൊക്കെ കൂടി സത്യം അറിയുമ്പോൾ ഞാൻ എങ്ങനെ ഇവരെയൊക്കെ ഫേസ് ചെയ്യും, ഇവരെല്ലാവരും കൂടി എന്നെ കൊല്ലില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് മീര പറയാണ്, നിന്നോട് സത്യം പറയേണ്ട സമയത്ത് പറയാൻ പറഞ്ഞിട്ട് നീ ആരോടും പറയാൻ കൂട്ടാക്കിയില്ലല്ലോ, എന്നിട്ട് ഇപ്പം കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് എന്താടി കാര്യം? നീ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് നീ ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ആഭരണമൊക്കെ ഇട്ട് നീ അങ്ങോട്ട് ഇറങ്ങി വാ, എന്തായാലും വിവാഹത്തിനുള്ള മുഹൂർത്തം അടുത്തിരിക്കുകയാണ്, എന്തായാലും അയാൾ വരാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, അയാൾ വരും, എനിക്ക് ഉറപ്പുണ്ട് വരുന്നത്, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ശ്രുതിയെ ഇങ്ങോട്ട് വിളിക്കട്ടെ, എന്നിട്ട് ശ്രുതിയോട് എനിക്ക് സംസാരിക്കണം, ശ്രുതിയെ ഇവിടെ വരാൻ പറയാം, ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ഫോൺ എൻഗേജ്ഡ് ആണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അതിൻ്റെ ടെൻഷനിലിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മീര് പറയണേ, എടി നീ ഈ ആഭരണങ്ങളൊക്കെ എടുത്തൊന്ന് അണിയ്. ഇല്ല ഞാൻ അണിയില്ല, എനിക്കിത് ഉടുക്കാനും പറ്റില്ല, ഞാൻ ഒരുങ്ങത്തുമില്ല, ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉടുത്തൊരുങ്ങി അവർ തന്ന ഡ്രസ്സും ആഭരണങ്ങളും ഇട്ട് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ആ നവീൻ വരുമ്പോൾ അപ്പോൾ എൻ്റെ വിവാഹം മുടങ്ങുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ടെൻഷനിലാണ് പുള്ളിക്കാരത്തി. അപ്പോൾ നമ്മുടെ മീരയോട് നമ്മുടെ ശ്രുതി പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ ചെന്നിട്ട് ശ്രുതിയുടെ റൂമിൽ ചെന്നിട്ട് ശ്രുതിയോട് എൻ്റെ റൂമിലേക്ക് കയറി വരാൻ പറ എന്നിങ്ങനെ പറയാണ്. അത് വേണോടി, അതൊക്കെ മറ്റുള്ളവർ കണ്ട പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? എനിക്ക് എല്ലാ കാര്യങ്ങളും ശ്രുതിയോട് തുറന്നു പറയണം. അപ്പോൾ മറ്റുള്ളവർ നിൽക്കുന്ന സമയത്തിന് നവീൻ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാലും എനിക്കപ്പോൾ പറയാമല്ലോ, എല്ലാം ഞാൻ നേരത്തെ കൂട്ടി ശ്രുതിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എല്ലാവരോടും പറയാമല്ലോ എന്നിങ്ങനെ പറയണം.
എടി പൊട്ടത്തരം പറയാതെ, നീ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ സുധി നിന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ? അല്ലടി, എനിക്ക് ഉറപ്പുണ്ട് സുധി എന്നെ സ്വീകരിക്കും. ഒരിക്കലും അവൻ എന്നെ തള്ളിക്കളയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ശ്രുതി. അപ്പോൾ നമ്മുടെ മീര പറയണേ, എന്തോ എനിക്കതിലത്ര വിശ്വാസമൊന്നുമില്ല, അവൻ അത്ര ഡീസൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയാണ്, എടി നീ ഒന്ന് പോയിട്ട് വാ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ മീര ഇറങ്ങി പോവുകയാണ് മുറിയിൽ നിന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് കോള് വരികയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അമ്മയാണ് വിളിക്കുന്നത്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ശ്രുതിയോട് അമ്മ പറയണം, മോളെ കല്യാണി, ഇന്ന് നിൻ്റെ വിവാഹമല്ലേ മോളെ, നിനക്ക് വേണ്ടിയിട്ട് അമ്മ ക്ഷേത്രത്തിൽ പോയി പൂജയും വഴിപാടുകളൊക്കെ കഴിപ്പിച്ചു. നിനക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മ വന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, വന്നിട്ട് പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? മോളെ, നീ ഇപ്പോൾ വിവാഹ മുഹൂർത്തം അടുത്തിട്ടുണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി അമ്മ വിളിച്ചതാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, നിങ്ങളിപ്പോൾ എൻ്റെ ശബ്ദവും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് നാണമില്ലേ എന്നെ വിളിക്കാനായിട്ട്? ബാക്കിയുള്ളവരുടെ ജീവിതം തുലാസിൽ കിടന്ന് ആടുന്ന സമയത്ത് വിളിക്കാനായിട്ട് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ എന്നെ കാണാനായിട്ട് ഈ നാട്ടിലിറങ്ങി അന്ന് തൊട്ട് തുടങ്ങിയതാ എൻ്റെ ഈ ദുരിതങ്ങൾ എന്നിങ്ങനെ പറയാണ്. നിനക്ക് ദുരിതോ? എന്താ കല്യാണി നീ പറയുന്നത്? പിന്നല്ലാതെ നിങ്ങളോട് ഞാൻ ആവുന്നത് പോലെ പറഞ്ഞു തിരുവനന്തപുരത്ത് നിങ്ങൾ വരരുതെന്ന്. എന്നിട്ട് നിങ്ങൾ കേട്ടോ, നിങ്ങൾ വന്നു. അതിനുശേഷം നിങ്ങളോട് നേരെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് നിങ്ങളത് കേൾക്കാതെ സുധിയുടെ വീട്ടിൽ പോയി. അവിടുന്ന് തുടങ്ങിയതാ എനിക്ക് കഷ്ടകാലം എന്നിങ്ങനെ പറയാണ്. എന്താ കല്യാണി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നല്ലാതെ എന്ത് പറയാനാണ്? ഇപ്പോൾ എൻ്റെ കല്യാണം നടക്കുമെന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. എന്താ കല്യാണി ഈ പറയുന്നത്? നിൻ്റെ കല്യാണം നടക്കില്ലേ? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ എന്നോടൊന്നും പറയണ്ട. എന്താ കാര്യം മോളെ? നിൻ്റെ അമ്മയല്ലേ ചോദിക്കുന്നത്, നീ എന്നോടെല്ലാം തുറന്നു പറയേ. എനിക്ക് നിങ്ങളോടൊന്നും തുറന്നു പറയണ്ട. പിന്നെ നിങ്ങൾ അമ്മയാണെന്നുള്ള ഒരു പരിഗണനയും ഞാൻ നിങ്ങൾക്ക് തരാനും പോണില്ല. എനിക്കൊരു 10-17 വയസ്സുള്ളപ്പോൾ ഒരു പ്രായമുള്ള ഒരു മുതുക്കനെ പിടിച്ച് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് കൊടുത്തില്ലേ? അതോടുകൂടി തീർന്നു എനിക്ക് നിങ്ങളോടുള്ള എല്ലാം. പിന്നെ ഒരു കുഞ്ഞും. ഇനി എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം തയ്യാറാക്കി എടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ കോന്തരം വയ്ക്കാനായിട്ട് നിങ്ങളിങ്ങനെ എന്നെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വഴക്ക് കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അപ്പോൾ അമ്മ അങ്ങനെ ഇരുന്ന് കരയുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കുകയാണ്. അമ്മ കരയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മീര സുധിയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ സുധിയാണെങ്കിലുണ്ടല്ലോ വിവാഹ വസ്ത്രം എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര കണ്ണാടിയുടെ മുന്നിലൊക്കെ ചെന്ന് ഇങ്ങനെയൊക്കെ വച്ചൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഡോറിൽ തട്ടുകയാണ് നമ്മുടെ മീര. അപ്പോൾ അങ്ങനെ നമ്മുടെ സുധി ചെന്നിട്ട് വാതിൽ തുറക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ മീരെ, എന്താ നീ ഇവിടെ? അപ്പോൾ അങ്ങനെ അകത്ത് കയറുകയാണ് നമ്മുടെ മീര. എന്തിനാ ഇപ്പം നീ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഞാൻ വന്നത് ശ്രുതി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്തിന്? നീ ഇപ്പം ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ? അവൾ പറഞ്ഞു അവൾക്ക് സുധിയെ ഒന്ന് തനിച്ച് കാണണമെന്ന്. അതിന് വിവാഹമൊക്കെ മുഹൂർത്തം അടുത്തല്ലോ, ഇനിയിപ്പോൾ എന്താ കാണാനായിട്ടിരിക്കുന്നത്? വിവാഹം കഴിഞ്ഞിട്ട് കണ്ട് സംസാരിച്ചൂടെ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അവൾക്ക് എന്തോ അർജൻറ്റായിട്ട് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി വരികയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്താടി നീ ഇവിടെ? നീ ആ ശ്രുതിയുടെ കൂട്ടുകാരിയാണല്ലോ, നിനക്കെന്താടി ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒന്നും മിണ്ടാതെ നമ്മുടെ മീര ഇങ്ങനെ എന്താ പറയുന്നത് നമ്മുടെ സുധിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, നീ അവൻ്റെ മുഖത്തേക്കൊന്നും ചോദിക്കണ്ട, ഇവിടെ ഇങ്ങോട്ട് നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പോൾ ഇതിനകത്തിട്ട് വന്നത്? ശ്രുതി എന്നോട് പറഞ്ഞു, സുധി ഒന്ന് നേരിട്ട് കണ്ട് അവൾക്ക് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞു, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. പറഞ്ഞോ നീ? അതെ പറഞ്ഞു. എന്നാ പോടി എന്നിങ്ങനെ പറയണം നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ നമ്മുടെ മീര പോവുകയാണ്. അങ്ങനെ നമ്മുടെ മീരയുടെയും സുധിയുടെയും ചന്ദ്രമതിയുടെയും മുഖം ഇങ്ങനെ കാണിച്ചിട്ട് എപ്പിസോഡ് തീരുകയാണ്. അങ്ങനെ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. ഇനി എന്താണ്, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ അമർത്താൻ പ്രത്യേകിച്ച് മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.